പാചൂരണ്ടി തലയിൽ വെച്ച് പോടോ പോടോ പൊന്നും മാപ്പിളയും പോടാ പോടാ കാരണന്മാർ പറഞ്ഞത് കേട്ട് കാരണന്മാർ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വനത്തിൽ തന്നെ വീടില്ല പറമ്പില്ല ഒന്നുമില്ല. ഈ കാട്ടിൽ തന്നെ പോയാറമ്പിലും പോയാറമ്പിൽ പെര വെച്ച് തീറ്റക്കുടിൽ വെട്ടി തീറ്റമേല മേഞ്ഞ് അതിൽ പിള്ളേരും കുട്ടിയുമ വിട്ടിട്ടാണ് ഈ തന്തയും തള്ളയും പോയിട്ടാണ് ഈ വല്ല ചാവാലി കുത്തിക്കൊണ്ട് വന്ന് കൊടുക്കുന്നത്. പുഴത്തെ വെള്ളം കാട്ട് കിഴങ്ങും ചാവാലി കുത്തി തിന്നിട്ട് ചന്ദനക്ക നാരക്കിഴങ്ങ് വലിച്ചു തിന്നിട്ട് ഈരമ്പന തല്ലി തിന്നിട്ട് പൂവന്നൂറ് കുത്തി തിന്നിട്ടാണ് കാടൻ്റെ പണ്ടത്തെ ജീവിതമായിരുന്നത്. ചില കാര്യങ്ങൾ നാം വീണ്ടും വീണ്ടും ഉരുവിടേണ്ടിയിരിക്കുന്നു. ഭൂമിയിൽ മാത്രമാണ് ജീവൻ എന്ന പ്രതിഭാസം നിലനിൽക്കുന്നത്. ജീവൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് ജലത്തിൽ നിന്നാണെങ്കിൽ മനുഷ്യൻ്റെ ആധുനിക ചരിത്രം ആരംഭിക്കുന്നത് നദീതടങ്ങളിൽ നിന്നാണ്. സിന്ധുവിൻ്റെ, യൂഫ്രട്ടീസിൻ്റെ, ടൈഗ്രീസിൻ്റെ, നൈലിൻ്റെ, യാങ്സിയുടെ നദീതടങ്ങളിലാണ് മനുഷ്യർ അവരുടെ ഭാഗധേയം നിർമ്മിച്ചത്. സ്വദേശം എന്ന ആശയം രൂപം കൊണ്ടത് നദീതീരങ്ങളിലാണ്. ആറ്റുതീര കൂടാരങ്ങളിൽ നിന്നാണ് നാം ഇന്നറിയുന്ന ജനപദങ്ങൾ ഉടലെടുത്തത്. മനുഷ്യബന്ധങ്ങൾ അർത്ഥപൂർണമായത് അവിടെ നിന്നാണ്. നാം എവിടെയായാലും നമുക്ക് പിന്നിൽ ഒരു പുഴയുണ്ട്. നാം തിന്നുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളെ നനച്ചു വളർത്തിയ, നാം പറയുന്ന ഭാഷയിലെ വാക്കുകളെ വേർതിരിച്ച, നമ്മെ ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും പഠിപ്പിച്ച പുഴ. ചാലക്കുടി പുഴയുടെ തീരങ്ങളിൽ മാത്രം പറമ്പിക്കുളം വരെ താമസിക്കുന്നവരാണ് കാടർ സമുദായത്തിലുള്ളവർ. അതുകൊണ്ട് അവിടെ പറമ്പിക്കുളത്ത് ഡാം വന്നപ്പോൾ അവിടെ നിന്ന് മാറി വന്ന് താമസിക്കുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ ഡാം പണിയുമ്പോഴും അവിടെ നിന്ന് മാറി മാറി താമസിച്ച് വരുന്നവരാണ്. സത്യത്തിൽ ഇത് പറമ്പിക്കുളത്തു നിന്നാണ് വിഭജിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും പോയിരിക്കുന്നത്. മലക്കപ്പാറ, ഷോളയാറ്, വാച്ചുമരം, പൊകലപ്പാറ, ആനപ്പന്തം, ഇങ്ങനെ ഇത്ര കോളനികളിലും മാറി മാറി താമസിക്കേണ്ട ആളുകൾ. കൂയാറ്റിയാണ് ലാത്തിയാൻ വരുന്നത്. എൻ്റെ അവിടെ വെച്ചൊരു അവിടെ പണിയുമില്ല. എനിക്ക് കൊണ്ട് ഇങ്ക വന്ന് പണിപ്പാങ്ക. പറമ്പിക്കുളത്തുനിന്ന് തന്നെയാണ് വന്നത്. പറമ്പിക്കുളം തന്നെ ഞങ്ങൾ ജനിച്ചതും പിറന്നതും വളരുന്നതും ആ രാജ്യമാണ്. പഴയ കാലത്ത് ജീവിച്ചത് പണിയില്ലാണ്ട് ആൾക്കാർ തെള്ളിയോ ഏലമോ കുരുമുളകോ ഇഞ്ചിയോ കൊണ്ടുപോയി കൊടുത്ത് മാറ്റക്കട കൺട്രേറ്റുകാർ അവർക്ക് കൊടുക്കും. എന്നിട്ട് അരി മേടിച്ചതിന് വയലേപ്പം ഉണ്ടായിരുന്നില്ല, ഈ ഡാമും ഉണ്ടായിരുന്നില്ല പണ്ട്. ആ സമയത്ത് ഇവിടെ ഈ കൊല്ലം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു 2 കൊല്ലം ഒരു സ്ഥലത്ത് താമസിച്ച് കാട് പൊട്ടി കൃഷിയൊക്കെ ഉണ്ടാക്കി തിന്നും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ കൃഷിക്ക് വല്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മണ്ണ് ശരിയില്ല, അടുത്ത സ്ഥലം പോകാം എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തിലേക്ക് പോകും. അങ്ങനെ ഈ പറമ്പിക്കുളമും ഈ സോളയാറിനെ അങ്ങനെയാണ് ആ ഇടയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. കൂട്ടായ്മ ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. അത് ഈ ഡാമിൻ്റെ ഇത് വന്നതോടുകൂടി ഞങ്ങൾ നാനാ വഴിക്ക് ഞങ്ങൾ പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു സന്തോഷമില്ലാത്തൊരു ജീവിതമാണ് ഇപ്പോൾ ഉള്ളത്. ആനമലക്കാടുകളിലെ ആദിമ നിവാസികളായ കാടർ ഇന്ത്യയിലെ തന്നെ അതിപ്രാചീനമായ ആദിവാസി ഗോത്ര സമൂഹമാണ്. കേരളത്തിലെ 5ാമത്തെ വലിയ നദിയായ ചാലക്കുടി പുഴയുടെ പറമ്പിക്കുളം മുതൽ വാഴച്ചാൽ വരെയുള്ള വൃഷ്ടിപ്രദേശത്ത് മാത്രം ജീവിച്ചു വരുന്നവരാണ് ഇവർ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വഴികാട്ടികളായും വനചൂഷണത്തിനായും കൂലിക്കാരാക്കപ്പെട്ട യഥാർത്ഥ മഴക്കാട് വാസികളായ ഈ ഗോത്രക്കാർക്ക് കാടിനെ നേരിട്ടാശ്രയിച്ചേ ജീവിക്കാനാവൂ. സ്വതന്ത്ര ഇന്ത്യയിലെ വ്യാവസായിക പ്ലാന്റേഷൻ പദ്ധതികൾ മൂലവും ചാലക്കുടി പുഴയിലും കൈവഴികളിലുമായി നിർമ്മിക്കപ്പെട്ട പറമ്പിക്കുളം, കുരിയാർകുട്ടി, തൂണക്കടവ്, അപ്പർ ഷോളയാർ, ലോവർ ഷോളയാർ, പെരിങ്ങൽകുത്ത് എന്നീ 6 അണക്കെട്ടുകൾ മൂലവും
ഈ നദീതടത്തിലെ സ്വാഭാവിക ആവാസ സ്ഥലത്തു നിന്നും ഇവർ പല പ്രാവശ്യം കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മലക്കപ്പാറ, ഷോളയാർ പവർ ഹൗസ്, ആനക്കയം, സിദ്ധൻ പോക്കറ്റ്, പെരിങ്ങൽകുത്ത്, വാച്ചുമരം, പൊകലപ്പാറ, വാഴച്ചാൽ എന്നിവിടങ്ങളിലായി അഭയാർത്ഥികളെപ്പോലെ കോളനികളിൽ ജീവിച്ചു വരുന്നു. കേവലം 1500ഓളം പേർ മാത്രം അവശേഷിക്കുന്ന കാടരുടെ 2 കോളനികളെയാണ് നിർദ്ദിഷ്ട അതിരപ്പള്ളി പദ്ധതി ബാധിക്കുന്നത്. പെരിങ്ങൽകുത്ത് കുറച്ച് പേരുണ്ടായിരുന്നു. അവർ അവിടുന്ന് പൊകലപ്പാറയിലേക്ക് മാറ്റുകയും പൊകലപ്പാറയിൽ നിന്ന് വീണ്ടും പെരിങ്ങലിലേക്ക് മാറ്റുകയും അങ്ങനെ കുറച്ച് പേര് ഡാമിൻ്റെ അടുത്ത് ഡാം സൈറ്റ് വർക്ക് ചെയ്യുകയും പിന്നെ ട്രാമ്പ് ലൈനിൽ വർക്ക് ചെയ്തൊരു 5-6-8 പേരോളം ഉണ്ടായിരുന്നു. സായിപ്പിൻ്റെ ഭരണകാലത്ത് നടന്ന ട്രാമ്പ് ലൈൻ തടി വലിക്കാനായിട്ട് ഉപയോഗിച്ചതാണ്. പിന്നീട് ട്രാമ്പ് ലൈനാക്കുകയും അത് ചാലക്കുടിയിൽ നിന്നും ഉള്ള ട്രാമ്പ് ലൈനാണ്. അതിപ്പോൾ പറമ്പിക്കുളം ഭാഗം വരെ ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണ്. കുറച്ച് പേര് പൊകലപ്പാറയ്ക്ക് പവർ ഹൗസ് പണിയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ഷോളയാർക്ക് പോവുകയും പിന്നെ കുറച്ച് പേര് മലക്കപ്പാറയ്ക്ക് പോവുകയും പിന്നെ കുറേ പേര് ഇങ്ങനെ വീണ്ടും പറമ്പിക്കുളത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നത്. ഷോളയാർ ഡാം വന്നതിന് ശേഷം അവിടുന്ന് ഞങ്ങളെ ഒരു 5-8 പേരാണ് പവർ ഹൗസിൽ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ഒരു 4 സെൻറ്റ് വെച്ച് ഞങ്ങൾക്ക് താമസിപ്പിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു 18-24 വീട്ടുകാരാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. പണി ഞാൻ വന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് താഴത്തേക്ക് പവർ ഹൗസിൻ്റെ പണിക്കും. അച്ഛനൊക്കെ പവർ ഹൗസിലായിരുന്നു. ആ പണി കിട്ടിയതിന് ശേഷം ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും പഞ്ചായത്ത് മുഖേന ഒരു 13 വീടുകൾ പണിത് തന്നിട്ടുണ്ടായിരുന്നു പണ്ട്. അതൊക്കെ ഇടിഞ്ഞു പോയി എല്ലാം. പിന്നെ കുറേ പേരൊക്കെ മലക്കപ്പാറയ്ക്കും മാറി. അമ്പലപ്പാറ താമസിച്ചിരുന്നവർ കുറച്ച് പേര് ഇങ്ങോട്ടും മാറി പവർ ഹൗസിലേക്ക്. ഞങ്ങൾ ചണ്ടനോട്ടിലായിരുന്നു താമസം. നമ്മുടെ ഷോളയാർ ഡാമിൻ്റെ അതിൻ്റെ ഏരിയയും കൂടിയാണ്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലാണ് നമുക്ക് ഈ സർക്കാരിൻ്റെ ഭൂമി സർക്കാർ ഏറ്റെടുത്തിട്ട് ആദിവാസികൾക്ക് ഈ ഭൂമി കൊടുക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമി ആദിവാസികളുടെ പേരിലേക്ക് പിടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇതിൽ താമസിച്ചുകൊണ്ടിരുന്നത് പുറംപോക്കുകാരുണ്ടായി. ഇപ്പോഴും അവർ പുറംപോക്കിൽ താമസിക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വരുമ്പോൾ ഞങ്ങളോട് തന്നെ അത് പൊളിച്ച് മാറ്റണം, അവരുടെ വീട് ഇടിച്ച് തകർത്ത് കളയണം. അപ്പോൾ അതിന് സർക്കാർ വകുപ്പ് വെച്ചിട്ട് പോലീസുകാർ എല്ലാം ഉണ്ടായിരുന്നു. സംഗതി അവർ പോലീസുകാർ വന്നു വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഇടിച്ച് അവരുടെ വീടുകളൊക്കെ നിരപ്പാക്കി. പിറ്റേ ദിവസം ഞങ്ങളുടെ അനുഭവങ്ങൾ പോലീസുകാരറിയുന്നില്ല, ഉദ്യോഗസ്ഥന്മാരറിയുന്നില്ല. നാല് വർഷമായി ഞങ്ങളിവിടെ വന്നിരിച്ചാലാണ് വെട്ടു. ഇതോട് 3 കൊല്ലമായി പോയി. അവിടെ ചുറ്റിലും തണ്ണി. അത് കാരണം പുളിയിലപ്പറ പോവാനാലും പോണ്ടിക്ക് തന്നെ പോകണം. വിറാകെടുപ്പാനാകലും പോണ്ടിക്കാൻ പോകണം. ജപ്പനിക്ക് പോവാനാകലും പോണ്ടിക്കാൻ പോകണം. പോണ്ടിക്കില്ലാതെ അവിടെ എന്താണ് പറ്റാവുക. ഇവിടെ നിന്ന് പോയാൽ ഈ കാണുന്ന ചോലയിൽ പോയാൽ നടക്ക ഒരു പുഴയുണ്ട്. ആ പുഴയിൽ അക്കരെ കയറി നോക്കിയാൽ അവിടെ നിന്ന് തൊട്ടുള്ള കുളോക്ക് പറമ്പക്കുളം വരെയും ഉണ്ട്. തെള്ളി, ഏലം, കുരുമുളക്, ചൂരൽ, മഞ്ഞൾ, കൂവ ഇതൊക്കെ കിടന്ന സ്ഥലങ്ങളാണ് ഈ വെട്ടി വെളിവാക്കി കളഞ്ഞത്. എന്നിട്ട് ചാറുമാർ തേക്ക് നട്ടപ്പോൾ ഒരു ശാനം ആ ബ്ലോക്കിൽ കിട്ടില്ല. കൃഷി ആ ഭാഗത്തില്ല. കുയറുകുട്ടി ഭാഗത്ത് തേക്ക് തോട്ടമുണ്ട്, പ്ലാന്റേഷൻ. പണിയില്ലാണ്ടായപ്പോൾ ഇങ്ങോട്ട് വന്നു. ആനക്കയത്ത് വന്ന് താമസിച്ചു.
അവിടെ നിന്ന് പിന്നെ പവർ ഹൗസിലേക്ക് ചാറുമാരി കൊണ്ടുപോയി ഞങ്ങളെ സലാം മാറ്റി അവിടെ കൊണ്ടുപോയി വിട്ടിട്ടാണ് ആ കെട്ടിടം പണിത് തന്നത്. അമ്പലപ്പാറ സോളയാർ ഡാം, ആ ഡാം വെള്ളം കയറി വന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി, ഞങ്ങളിങ്ങോട്ട് മാറ്റിയതാണ്. ഞാനൊക്കെ ജനിച്ച് വളർന്നതിന് തൊട്ട് കാട്ടിൽ തന്നെ ജീവിതം, എൻ്റെ ജീവിതം. കാട്ടിൽ കയറിയ ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കാട്ടിൽ കയറുന്നത്. ഇപ്പോൾ ആനയുരുണ്ട മാട്ടിലും ഒരു കുലദൈവമുണ്ട്, അത് മരുതവീരനാണ്. അതിനെ ഞങ്ങൾ വർഷത്തിനൊരിക്കൽ പൂജ കൊടുക്കും. കല്ല് വെച്ചാണ് തൊയ്താറ്. ആ കല്ല് ഞങ്ങൾ ആ കാട്ടിൽ നിന്ന് തന്നെ ആ സാധനം ഞങ്ങൾ ഇവിടെ ഈ കോളനിക്ക് മാറ്റിയപ്പോൾ ആ കാട്ടിൽ നിന്ന് തന്നെ ആ കല്ല് കൊണ്ടുവന്ന് വെച്ചാണ് ഇപ്പോഴും ഞങ്ങൾ തൊഴിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കാരണന്മാർ എടുത്തു വെച്ച കല്ലാണത്, പണ്ട് തൊട്ട് പാട്ടംപൂട്ടം കാലത്ത് തൊട്ട്. അപ്പം ഇവിടെ ദൈവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞങ്ങൾ മാരിയമ്മനാണ് ഞങ്ങൾ പ്രധാന ദൈവം. ഞങ്ങളുടെ പണ്ട് പഴയ കാരണന്മാർ കാട്ടിൽ തന്നെ ജീവിതം ആകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് അത് തന്നെ ജീവിതം. കാടല്ലേ, അവരുടെ ഏരിയയല്ലേ, അത് കാരണം അവിടെ താമസിക്കാൻ പാടില്ല. ഡാമും വന്നത് കാരണം കൊണ്ട് അവിടെ താമസിക്കാൻ പാടില്ല എന്നിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലം പൗരസുകാർ പിടിച്ച് സ്ഥലം തന്നത്. ഇവിടെയും ഇപ്പം ഞങ്ങൾക്ക് പണിയും തൊഴിലും ഇല്ലാണ്ട് കുറേ കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ. ഭർത്താവും മക്കളും ഒക്കെ കൂലിപ്പണി തന്നെ. ഇപ്പം എൻ്റെ ഭർത്താവ് ഇപ്പം ഈ ചേരനിൽ കാട്ടിൽ പോയതാണ്. ഇനി 6-7 ദിവസം കഴിയാണ്ട് ചരക്ക് കിട്ടിയാലല്ലേ വരാൻ പറ്റും. എന്നിട്ട് സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ കാശ് മേടിച്ചിട്ട് അരി മേടിച്ച് കഴിയുന്നത്. അവിടെ ഇരുന്നപ്പോൾ പണ്ടൊക്കെ മലഞ്ചരക്ക് കൂടുതൽ കിട്ടും, ഇപ്പം കിട്ടില്ല. മരമൊക്കെ നശിച്ചു പോവുകയല്ലേ, അത് കാരണം തെള്ളി കിട്ടില്ല, കൂവ കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പുറത്ത് ഡാം, പറമ്പുകുളം ഡാം, നമ്മുടെ സോളയാർ ഡാം, പെരിങ്ങ ഡാം, എവിടെ പോയി നമുക്ക് എടുക്കാൻ? ഇപ്പം ജീവിക്കണത് വല കിട്ടണ തെള്ളിയാണെങ്കിലും ഏലക്കായാണെങ്കിലും മറ്റേ മീൻ പിടിച്ചും വല കെട്ടിയിട്ടും ചൂണ്ട കെട്ടിയിട്ടുമാണ് ഇപ്പോൾ ജീവിക്കണം. പുഴയുടെ തീരത്ത് താമസിക്കുന്നതിൻ്റെ കാരണം എല്ലാവരും കൂടി ആദിവാസി സമുദായത്തിലെ കുട്ടികളടക്കം ചൂണ്ടിയിട്ടാണ് ശരിക്കും മീൻ പിടിച്ച് അവനവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുഴയിൽ നിന്ന് ചൂണ്ടിയിടും. ചൂണ്ടിയിട്ടിട്ട് മീൻ പിടിച്ച് ജീവിക്കും. പിന്നെ മീൻ പിടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവർ വിറകിനായാലും എന്തിനായാലും ഓരോ തുരുത്തുകളിൽ പോയി പാഴ്മരങ്ങൾ വീണ് കിടക്കുന്നത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെട്ടി കൊണ്ടുവന്നിട്ടാണ് തീ കത്തിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കണം. ഇന്ന് മനുഷ്യർ സ്വയം പ്രകൃതിയുടെ അധിപരായി മാറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. അശാസ്ത്രീയവും വിവേചനരഹിതവുമായ വികസന സംസ്കാരം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ മാത്രമല്ല മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നു. പുറമെ സ്വതന്ത്രരായ ഒരു ജനതയുടെ പ്രതിനിധികളാണ് വികസനത്തെ പ്രചരണായുധമാക്കി പ്രയോഗിക്കുന്നത്. മാനവ സംസ്കാരത്തിൻ്റെ ചരിത്രത്തിൽ ലോകത്തു മറ്റൊരു രാജ്യത്തും മറ്റൊരു ചക്രവർത്തിക്കും മറ്റൊരു സർവാധിപതിക്കും മറ്റൊരു സമ്രാട്ടിനും ഇതുപോലുള്ള ആയുധങ്ങൾ ലഭ്യമായിരുന്നില്ല. ദിനം പ്രതി നദികളെക്കൊണ്ട്, വനങ്ങളെക്കൊണ്ട്, മലകളെക്കൊണ്ട്, മിസൈലുകളെക്കൊണ്ട്, ബോംബുകളെക്കൊണ്ട് മിക്കവാറും നാം അറിയാതെ തന്നെ നമ്മെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രാഷ്ട്രത്തിൻ്റെ ആയുധശേഖരത്തിൽ ന്യൂക്ലിയർ ബോംബുകൾ എന്ന പോലെയാണ് അതിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അണക്കെട്ടുകൾ. ഇവ രണ്ടും കൊലയ്ക്കുള്ള ആയുധങ്ങളാണ്. ഞങ്ങളുടെ പിള്ളേർക്ക് ഏറ്റവും താല്പര്യം ഈ ഭൂമിയാണ്. ഞങ്ങൾക്കുള്ള പണി കാട്ടിലുള്ളത്. കാട് വിട്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ജീവിതമില്ല. ഇതാണ് ഷോളയാർ ഡാം. മരാക്കുറ്റിന്ന് ഇപ്പോഴെന്നെ കണ്ടില്ലേ, ആദ്യം ഇവിടെ ആനപ്പട ഉണ്ടായിരുന്നത്. ഇപ്പം തണ്ണി വന്നിട്ട് ഒക്കെ പൊക്കുകയും ചെയ്യും. പിന്നെ തണ്ണി വന്നപ്പോൾ മരങ്ങൾ ഇപ്പോഴത്തെ വെട്ടർ വിട്ട് പിന്നെ വണ്ടിപ്പട കുക്കുറാങ്കിൽ പോകും. വേയാമ്പൽപ്പട ഇഷ്ടം പോലെ ഉണ്ട്. തണ്ണി വറ്റിൽ പോയപ്പോൾ കുറേ കിളിപ്പടയും മൃഗങ്ങളും
പിന്നെ ആനപ്പടമൊക്കെ ഏറിപ്പോയി, വലിയ വലിയ കാട്ടുങ്ക് പോയി. VSS ഒരു പണിയുണ്ട്. ആ VSS പണിയുള്ള കാരണം പരമാവധി നമ്മളിപ്പോൾ കഷ്ടിച്ച് ജീവിച്ച് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഡാം പണി വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ജീവിത പ്രശ്നമാണ്. ഇപ്പം മൊത്തത്തിൽ ഒരു വീട്ടിലാണെങ്കിൽ 6, 7 അങ്ങനെയൊക്കെയാണ്. ഒരു വീട്ടിൽ തന്നെ മക്കൾക്ക് തന്നെ വേണ്ടേ? മക്കളാണെങ്കിൽ 4 പേര്, പഠിക്കണ കാശ് വേണം. പഠിക്കണ കാശിനുണ്ട്. ഇപ്പോൾ ആണെങ്കിലോ ട്രൈബൽക്കാർക്കല്ലോ ചിലവോ മറ്റേ ഓരോ സ്കൂൾ കൊണ്ട് ചേർത്തണേ 400 രൂപ ഫീസ് അത് കൊടുക്കണം. പിന്നെ അത് കൂടാണ്ട് ചിലപ്പോൾ ജാതി സെറ്റ്, വരുമാന സെറ്റ് അതിനൊക്കെ ഉണ്ട്. എന്തോരം മറ്റേ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നറിയോ? അവിടെ പോണെങ്കിൽ തന്നെ നമ്മൾ പോയിട്ട് നിന്ന് ട്രൈബലാണ്, അവിടെ നിൽക്കും. പിറ്റേ ദിവസം നാളെ വാന്ന് പറയും. നമ്മളവിടെ പോയിട്ട് ഇങ്ങനെ മറ്റന്നാൾ വാന്ന് പറയും. അപ്പോൾ എന്തോരം കാഴ്ച വേണം? നമ്മളൊക്കെ പാവങ്ങളല്ലേ. ആനയുടെ ശല്യം കാരണം അവിടെ നിൽക്കാനും പറ്റില്ല, ഇവിടെ നിൽക്കാനും പറ്റില്ല. ആന പല സ്ഥലത്തേക്കും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാട്ടിൽ പല സ്ഥലത്തും ആക്കിയിട്ടുണ്ടായിരുന്നു. പല സ്ഥലത്തും താമസമാക്കുമ്പോൾ വീണ്ടും ആനകൾ വരും. ആനകൾ വരുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് മാറും. ഡാം വന്നതോടുകൂടിയാണ് ആനകളിങ്ങനെ മാറി മാറി ആനകൾ ഡാമിൻ്റെ താഴത്തിൽ കൂടെ ക്രോസ് ചെയ്യാൻ നോക്കും. അപ്പോൾ അവിടെ നാട്ടുകാരുടെ ഇത് ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഈ ഒച്ച അനക്കമില്ലാത്ത കാട്ടിൽ കിടക്കുന്ന ആദിവാസികളുടെ അതിൽ വന്നിട്ട് അവരുടെ കുടിൽ നശിപ്പിക്കുകയും അങ്ങനെ പിന്നീട് അതിൽ കൂടെ അവർ ക്രോസ് ലൈൻ വഴി നടക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയാണ്. അങ്ങനെ ഇപ്പം ഈ വാഴച്ച ഇവിടെ നിന്ന് ഒരു 200-250 മീറ്റർ തൊട്ട് മുകളിലായിട്ട് തന്നെ ആനകളിപ്പോൾ അവിടെ നിന്നും പാസ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഇവിടെ ഫോറസ്റ്റിൻ്റെ ഡോർമീറ്ററിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ വന്ന് പോയി അതിലേക്ക് വന്നിട്ട് അവിടെ താഴത്തിൽ കൂടെ അങ്ങനെ താഴേക്ക് ഇറങ്ങും. എർത്ത് കമ്പി ഇട്ടത് കൊണ്ട് അവർക്ക് ശല്യമില്ല. അവരത് പണിയെടുത്ത് ഒരാൾക്കും പണി കിട്ടിയില്ല. വെറുതെ കള്ളപ്പണി ചെയ്തതാണ് ചാറുമാർ. ഈ കാടന്മാരനെ ഒമിച്ച് പണിയെടുത്തതാണ്. എന്തോരം ആൾക്കാർ പണിയെടുത്തു, എന്നിട്ട് ഒരു പണി കൊടുത്തു. ഇനി ഡാം കെട്ടിയാൽ ഒരു ബാച്ച്മാനെ ഉണ്ടാകുള്ളൂ. പിന്നെ ഇത്തരം ആൾക്കാർക്ക് പണി കൊടുക്കാൻ അവർക്ക് സാധിക്കും. ചലമ കൊടുക്കാൻ സാധിക്കും, ബ്രാഗ് കൊടുക്കാൻ സാധിക്കും. പെരിങ്ങാക്കുത്ത് ഡാം കെട്ടിയപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ മുങ്ങിപ്പോയില്ലേ. എന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. എന്നിട്ട് വീടിൻ്റെ ആന കളഞ്ഞ് ഞങ്ങൾ സാറുമാരുടെ കൊട്ടയിൽ കിടന്നു കഷ്ടപ്പെട്ട്. കല മുഴുവനും പോയി. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യം. ഞങ്ങൾക്കാണെങ്കിൽ അത് ഇങ്ങനെ വെറുതെ കാട്ടിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഒരു വാഴയുണ്ടോ, ഒരു ചേമ്പുണ്ടോ, ഒരു ചക്കയുണ്ടോ, ഒരു എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് നിങ്ങളതിനെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ. ഈ അപ്പച്ചെടിയില്ലത് ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ എന്ത് പറയാൻ? അപ്പോൾ അതിൽ എന്തോ ഒരു പറഞ്ഞതുപോലെ എന്തോ ഒരു ഇതിലൊരു ഇത് വേലി കെട്ടി സാറന്മാരെ പിടിച്ച് ഒരു വേലി കെട്ടി 10 മൂട് കൊള്ളി കുത്തിയാൽ നമുക്ക് പറിച്ചെന്തെങ്കിലും വിഷക്കാതെ ചാവാതെ കിടന്ന് തിന്നാം. അതിനെ പോലും ഇപ്പം നിർത്തിയില്ല, അതേ കാണുന്നത്. അപ്പോൾ ഉള്ള സ്ഥലം പോയി കിട്ടിയിട്ട് പിന്നെ ആരോട് ഞങ്ങൾ എന്ത് പറയാൻ? പുറത്തുള്ള യുദ്ധങ്ങളെപ്പറ്റി നാം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അകത്തുള്ള യുദ്ധങ്ങൾ പലപ്പോഴും ഏകപക്ഷീയങ്ങളാണ്. ചോരയും കണ്ണീരും പുറത്തു വരും മുമ്പേ ആവിയാക്കാൻ മാത്രം ശക്തിയുള്ളവ. നാടിൻ്റെ നിശബ്ദമായ അകത്തളങ്ങളിൽ ആ നാടകം നിരന്തരം ആവർത്തിക്കപ്പെടുന്നു. അണക്കെട്ടുകളുടെ പേരിൽ, വിമാനത്താവളങ്ങളുടെ പേരിൽ, വിവരസാങ്കേതിക നഗരത്തിൻ്റെ പേരിൽ എപ്പോഴും ഒരു പറ്റം അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സുഖങ്ങളിൽ അവരുടെ കണ്ണുനീർ വീഴുന്നുണ്ട്. നമ്മുടെ വേഗസഞ്ചാരങ്ങളിൽ അവർ അരഞ്ഞു ചേരുന്നുണ്ട്. നമ്മുടെ താവളങ്ങൾ അവരുടെ അലച്ചിലിന് പുറത്താണ് പടുത്തുയർത്തിയിരിക്കുന്നത്. നാം അതിനെ അവഗണിക്കുന്നു. ഫോറസ്റ്റുകാരാണ് ഈ ഭൂമിയെ കാണിച്ചു കൊടുത്തത്. ഇന്ന് കഴിഞ്ഞാൽ 3 അടി പാതയാണ്. 3 അടി പാത ഇപ്പോൾ പറമ്പുക്കുളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാലക്കുടിക്ക് വരാക്കും ആ ഭൂമിയെ അവിടെ വെട്ടിക്കൊടുക്കുകയാണ്. വേറെ അന്യ നാട്ടുകാർ വന്ന് അത് സ്വീകരിക്കാൻ പറ്റില്ലേ? തടം വെട്ടിക്കൊടുക്കുമ്പോൾ അവിടെ സ്വീകരിക്കില്ലേ?
സ്വീകരിക്കില്ല. അപ്പം പഴയ കാലത്ത് അങ്ങനെ ഭൂമിയെ ഇതുപോലെ തടം വെട്ടിക്കൊടുത്ത കാരണം ആന, പുലി, കരടി, സിംഹം ആരും ഇത് ചെയ്തില്ല. ഇപ്പം കണ്ടോ, നാട്ടുകാർ മുഴുവനും ഈ കാട്ടിൽ കയറിയിട്ട് കാടന്മാരാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടാണ്. കാടന്മാരാണ് ആ നാട്ടിൽ ഈ വനാന്തരമ അവർക്ക് നാട്ടുകാർ കാണിച്ചു കൊടുത്തത്. ഇപ്പോൾ വനാന്തരമ നാട്ടുകാരല്ല ഫോറസ്റ്റുകാരാണ് കാട്ടിക്കൊടുത്ത കാരണമാണ് ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാർ കാട്ടിൽ കയറി അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കിത് ഇവിടെ തന്നെ ടണൽ വരുന്നുണ്ട്. ഞങ്ങൾ ഈ കോളിൽ നിന്ന് ഞങ്ങൾ മാറേണ്ടി വരും. കാടിനെ വിട്ട് ഞങ്ങൾ പോകാൻ ഞങ്ങൾക്ക് സമ്മതിക്കില്ല, ഞങ്ങൾ പോയില്ല. അത് ഏത് ഗവൺമെൻറ് വന്നാലും ഞങ്ങൾ കാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നാട്ടിൻപുറത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കാട്ടിൽ തന്നെ എവിടെയെങ്കിലും ഒരു നല്ലൊരു സ്ഥലം 1 ഏക്കർ വീതം കിട്ടണം. പെരിങ്ങൽകുത്തിലായിരുന്നു. അവിടെ നിന്ന് ഡാം കെട്ടി കുടിയൊഴിപ്പിച്ച് ഞങ്ങളെ. പിന്നെ ഇവിടെ താമസിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടേക്ക് ഡാം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലമില്ല. 25 വീടുകൾ ഇപ്പോൾ ഈ കോളനിയിലുണ്ട്. 3 പുതിയ വീട് കെട്ടുന്നുണ്ട്. അപ്പോൾ ഈ 25 വീടാണ് ഇവിടെ മുങ്ങാൻ പോണത്. ഞങ്ങൾ സാധാരണ ഈ കാടനും കാട്ടാനെന്നും പറഞ്ഞാൽ കണക്കൊന്നാണ്. അവർക്ക് ലൈസൻസ് ഇല്ല, ഏത് കാട്ടിൻ്റെ ഉള്ളിലും കയറാം. ഇപ്പോൾ ഈ ഒരു സ്കീം ഇവിടെ വന്നത് തൊട്ട് കാട്ടിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് അനുഭവം വരുന്നുണ്ട്. അനുഭവം വരുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിലെ മലഞ്ചരക്ക് ശേഖരിക്കാൻ വേണ്ടി ഞങ്ങൾ കാട് കയറണം. അപ്പോഴാണ് ഞങ്ങളുടെ കുഞ്ഞു കുട്ടികൾക്ക് അരി ഭക്ഷണം വാങ്ങിച്ച് ഇതേപോലെ സംഘമുള്ളതിൽ